അങ്കണവാടികളിൽ നിന്ന് വിരമിച്ചവരുടെ പെൻഷനും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിന് 20 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡിനാണ് സഹായം അനുവദിച്ചത്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, വലിയ തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്ന സർക്കാർ നേരത്തെ തന്നെ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി മാറ്റി അത് 3600 രൂപ ഈ മാസം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ KSRTC ജീവനക്കാരുടെ പെൻഷനായി കഴിഞ്ഞ ദിവസമാണ് 72 കോടി രൂപ അനുവദിച്ചത്. ഇപ്പോൾ അങ്കണവാടി ജീവനക്കാരുടെ മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുക്കാൻ ഉള്ള തുക ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും പ്രധാനമായും അംഗനവാടി പെൻഷനും ആനുകൂല്യങ്ങൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കും വേണ്ടിയാണ് ഇപ്പോൾ ഈ 20 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ വിരമിച്ചവരുടെ പെൻഷൻ വിരമിക്കൽ ആനുകൂല്യം, അതോടൊപ്പം തന്നെ വിരമിച്ചവരുടെ മരണാനുകൂല്യം തുടങ്ങിയവ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സഹായം നൽകുന്നത്. സാമ്പത്തിക സ്വയം പര്യാപ്തരല്ലാത്ത ബോർഡ് അത് സർക്കാർ സഹായത്തോടെയാണ് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. ഈ രീതിയിൽ അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു തുക ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ബോർഡിന് പ്രതിമാസം ക്ഷേമനിധി വിഹിതമായി ലഭിക്കുന്നത് 2.15 കോടി രൂപയാണ്. പെൻഷൻ വിതരണത്തിന് മാത്രം പ്രതിമാസം വേണ്ടി വരുന്നതാകട്ടെ 4.26 കോടി രൂപയുമാണ്. അങ്ങനെ കഴിഞ്ഞ 4.5 വർഷത്തിൽ ഇതിനകം 76 കോടി രൂപയാണ് സർക്കാർ സഹായമായി ബോർഡിന് അനുവദിച്ചിട്ടുള്ളത്. അത് ആ രീതിയിൽ കൂടുതൽ വേഗത്തിൽ തുക ലഭ്യമാക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ 20 കോടി അനുവദിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ശ്രീജി സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച വരാത്ത തരത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദ്രുതഗതിയിൽ ഇക്കാര്യങ്ങൾ അനുവദിച്ച് മുന്നോട്ട് പോകുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അങ്കണവാടി ജീവനക്കാർ വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനായി 20 കോടി രൂപ അനുവദിച്ചെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു.